ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരുന്നാൽ അത്യാവശ്യം കമൻസിൽ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, മുടി കുറച്ച് ലോങ് ആയിട്ട് വളരാനും തിക്നെസ് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ട്രിക്സ് ടിപ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ നീണ്ട് നീണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ അത്യാവശ്യം കോൾഡും കാര്യങ്ങളുമാണ്, സൗണ്ട് കുറച്ച് അടഞ്ഞാണ് ഇരിക്കുന്നത്. ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കാനും മറക്കരുത്. അതുമാത്രമല്ല, ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളൊരു റൊട്ടീൻ കൊണ്ടുവരാം, ഹെയർ കെയർ റൊട്ടീൻ. അത്യാവശ്യം യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും തന്നെ അവരുടെ ഒരു ഹെയർ കെയർ റൊട്ടീൻ അവർ ചെയ്യുന്നുണ്ട്. മോർണിംഗ് റൊട്ടീൻ, നൈറ്റ് റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് അവർ ചെയ്യുന്നത് അവരുടെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ് അവർ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്. ഹെയർ സെറം ആയിക്കോട്ടെ, സ്പ്രേ ആയിക്കോട്ടെ, ഹെയർ പാക്ക് ആയിക്കോട്ടെ, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഓരോ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് അവർ കാണിക്കുന്നത്. നമുക്കത് അഫോർഡബിൾ ആവണമെന്നില്ല. നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു റൊട്ടീൻ കൊണ്ടുവരാം. റൊട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ ഹെയർ ഓയിലിംഗ് ഉണ്ട്, നമ്മുടെ ഡീറ്റാംഗ്ലിംഗ്, ഓയിലിംഗ്, സെറം, പിന്നെ ഹെയർ പാക്സ്, ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ, ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഹെയർ പാക്ക് ഇട്ടാൽ മാത്രമേ മുടി ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരുള്ളൂ, എന്നാലേ ലെങ്ത് വയ്ക്കുള്ളൂ, എന്താണ് തിക്നെസ് വരുള്ളൂ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതങ്ങനെയല്ല. നമുക്ക് ഹെയർ പാക്ക് അത്യാവശ്യമാണ്. പക്ഷെ അതൊരിക്കലും ഇല്ലാന്ന് പറയുന്നില്ല. അതിനേക്കാളും മസ്റ്റായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ കെയർ ചെയ്യുക. അതാണ്. പാക്കല്ല. പാക്കിനേക്കാളും ഒരു പടി മുന്നിലാണ് നമ്മുടെ ഹെയർ കെയർ. നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെയായിരിക്കും നമ്മുടെ മുടി വളരുന്നത്. ഓക്കെ. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഡീറ്റാംഗ്ലിംഗ്. മുടി നല്ലോണം ചീകണം. ചീകി വൃത്തിയായിട്ട് വെക്കുക. നമുക്ക് ഡീറ്റാംഗിൾ തന്നെ ചെയ്യണം. കൈകൊണ്ട് ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്. കൈകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാറുണ്ട്. ഫസ്റ്റ് കൈകൊണ്ട് ചെയ്യാം. വലിയ വലിയ ഉടക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പിട്ട് എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോരും മുടി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുടി പതുക്കെ കൈകൊണ്ട് സാവധാനത്തിൽ റിലാക്സ് ആയിട്ടിരുന്നിട്ട് ക്ഷമയോടെ ചെയ്യുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മുടി അങ്ങ് പെട്ടെന്ന് വാരി വലിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചീകി നമ്മൾ എന്ത് ചെയ്യും, മുടീനെ ഉടക്ക് മാറ്റിയെടുക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. സാവധാനം റിലാക്സ് ആയിട്ടിരുന്ന് ക്ഷമയോടെ തന്നെ നിങ്ങൾ ചെയ്യുക. മുടി പൊട്ടി പോകുമ്പോൾ എന്തേന്നറിയോ, നമ്മൾ ലെങ്ത് മുടിയായിരിക്കും. ഇതാ ഇവിടെയൊക്കെ കൊണ്ട് അങ്ങ് പൊട്ടി പോകുമ്പോൾ ദാ ഇത്രയും മുടി നമുക്ക് അങ്ങ് പോകും. ലെങ്ത് അവിടെ പോണില്ലേ? ഇതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യല്ല. ഫസ്റ്റ് മുടി ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പാണ്. നിങ്ങൾ എടുക്കുന്ന കോമ്പ്. നിങ്ങൾ എടുക്കുന്ന ചീപ്പ്, ഞാൻ യൂസ് ചെയ്യുന്ന ചീപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത്. ഈ ഒരു ചീപ്പ്. ഞാൻ അകത്ത് വെച്ച് വീഡിയോ ചെയ്യായിരുന്നു. അവിടെ ലൈറ്റിംഗ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ് ഇതാണ്. ഓക്കെ. ഇതിപ്പോൾ എൻ്റെ മുടി ഞാൻ ഉടക്കൊക്കെ മാറ്റി വെച്ചേക്കാം. കണ്ടോ? അത് സ്മൂത്ത് ആയിട്ടങ്ങ് പൊക്കോളും. കണ്ടോ? ഇത് ഇങ്ങനെ ഒരു കോമ്പ് എല്ലാവരുടെ കയ്യിലും വേണം. മസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടിരിക്കുന്നതാണ്. ഇതെനിക്ക് ഇനി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇച്ചിരി കൂടെ വലുത്. സംഭവം ഇത് നമുക്ക് ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരിതാണ്. മുടി പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഡീറ്റാങ്കിൾ ചെയ്ത മുടി ഉടക്കൊക്കെ മാറ്റി എടുക്കാനായിട്ട് പറ്റും. അതിനാണ് ഈ ഒരു കോമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെ കയ്യിലും മസ്റ്റായിട്ട് വേണം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു കോമ്പ് കൂടെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു കോമ്പാണ് ഇത്. കണ്ടോ? ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഡീറ്റാങ്കിൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് മുടി നല്ലോണം ഉടക്കൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ദേ ഇങ്ങനെ ചീകി കൊടുക്കും. ഭയങ്കര റിലാക്സ് ആണ്. ഇതിങ്ങനെ ചീകുമ്പം നമുക്ക് ഭയങ്കര സ്കാൽപ്പിനൊക്കെ അങ്ങ് ഭയങ്കര ഒരു ഒരു സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസ്റ്റാർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്
യൂട്യൂബിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് നമുക്ക് ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് ഇത് സൂപ്പറാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിത് ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇത് മുടി പൊട്ടി പൊട്ടി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാന് അത് ഡീറ്റാങ്കിൾ ചെയ്യാനും ഇത് നോർമലായിട്ടൊന്ന് നമ്മൾ മസാജ് കൊടുക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോംബ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങടെ കയ്യിലില്ലെങ്കിലും ഞാൻ ഫസ്റ്റ് കാണിച്ച കോംബ് നിങ്ങടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. ആ ഒരു കോംബോ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. ഇതൊക്കെ ഇത് ഭയങ്കര ഇതാണോ വലിയ കാര്യം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചെറുത് എന്ന് പറഞ്ഞ് വിടുന്ന കാര്യമായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ. ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡീറ്റാങ്കിളിങ് അതിന് ഞാൻ പറഞ്ഞു ചീപ്പ്. ഓക്കെ. ഫസ്റ്റ്. സെക്കൻഡ് ചെയ്യേണ്ട കാര്യം ഓയിലിംഗ്. ഓയിലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നീ നിങ്ങൾക്ക് ഒരു മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ഓയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഹെയർ ഓയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രോഡക്റ്റ് നമുക്ക് കോസ്മെറ്റിക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോകുമ്പം നമുക്ക് ഹെയർ ഫോളിനുള്ളതായിരുന്നാലും ഡാൻഡ്രഫിനുള്ളതായിരുന്നാലും നമുക്ക് ഓരോന്നിനുള്ള ഓയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം എല്ലാവരും ഇപ്പോഴൊക്കെ ഒരു ഇതാണേ വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ കുളിക്കാറുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും, മുടി പൊട്ടിപ്പോകും, വളരത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഡെയിലി ഓയിൽ ചെയ്യുന്ന ആളാണ്. ഞാൻ ഡെയിലി കുളിക്കുന്ന ആളാണ്. എനിക്കിതുവരെ മുടി പൊട്ടിപ്പോയിട്ടില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, നമ്മുടെയൊക്കെ അമ്മയുടെ തലമുറ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അവർ ഡെയിലി താളിയൊക്കെ യൂസ് ചെയ്ത് പോയിരുന്ന് കുളിക്കുന്ന ആൾക്കാരാണ്. അവരെന്തോരം മുടിയുണ്ടായിരുന്നെന്നറിയോ പണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തോരം മുടിയുണ്ട്. അവർ കാച്ചിയ എണ്ണയൊക്കെ തേച്ച് ഡെയിലി കുളിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഇതെന്റെ വാദമാണ്. ചിലപ്പോൾ ചിലർ അതിനെ വേറെ രീതിക്ക് പറയുന്ന ആൾക്കാരുണ്ട്. ആഹ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഡെയിലി കുളിക്കുക. രാവിലെ കുളിക്കുക. രാവിലെ തന്നെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച്. ഡെയിലി ഞാൻ പറയുന്ന മസ്റ്റാർഡ് ഡെയിലി എണ്ണ തേച്ച് തന്നെ കുളിക്കണം. ഓക്കെ. പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് അങ്ങ് പോയി. തലയിൽ എണ്ണ വെക്കുക. എണ്ണയിട്ട് ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സംഭവം. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഓൺലൈനിലൊക്കെ ഇതുപോലുള്ള ഒരു ബോട്ടിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഓൺലൈൻ ഞാൻ വാങ്ങിയതല്ല. ഞാൻ മെഡിസിൻ വാങ്ങിയപ്പോൾ അതിലുള്ള ബോട്ടിലാണ്. ഇതിന്റെ സ്റ്റിക്കറൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞു. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ച് ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഓയിലിന്റെ ഇത് വേണം അറിയണം എന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇത് കൂടെ പറഞ്ഞു പോകുമ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകും. ഓക്കെ. അപ്പൊ ഞാൻ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഓരോ സ്ട്രാക്സ് ആയിട്ട് ഓരോ വകുപ്പായിട്ട് മുടി എടുത്തിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോട്ടിലാക്കി ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയോ. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഇതൊക്കെ ഓരോ സ്കാൽപ്പ് ഇങ്ങനെ വകുപ്പെടുത്തിട്ട് മുടി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വകുപ്പെടുത്ത് ഈ ഇതിലൊക്കെ നമ്മുടെ ഈ ഒരു തലയോട്ടിയിലൊക്കെ നല്ലോണം മുടി ഇത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നീരിറക്കമുള്ളവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ച്, അല്ലാത്തവരാണെങ്കിൽ മാക്സിമം വയ്ക്കാൻ പറ്റുന്ന അത്രയും സമയം മുടി ഓയിൽ വച്ചേക്കുക. മുടി എല്ലാവരും പറയും തലയിൽ മാത്രം ഇട്ടാൽ മതി, മുടിക്ക് ആവശ്യമില്ല. ഞാൻ പറയും മുടിയിലും ഇടണം. ഞാൻ മുടിയിൽ ഈ ഒരു രീതിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യും. എന്നിട്ട് മുടിയുടെ ഈ ഒരു ഇഴകളിലൊക്കെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓവറായിട്ട് ഞാൻ ഇടില്ല. നല്ല അത്യാവശ്യം ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കും. മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് കണ്ടോ? മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. ഓയിൽ നിങ്ങൾ ഇടണം. മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ ഇടണം. ഇട്ട് ശീലമില്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇടാനൊന്നും പോകണ്ട. ചിലപ്പോൾ ക്വാളിറ്റിൻ്റെ പ്രശ്നം വരാം. സോ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ ഇടണം. ഞാൻ പറയും ഓയിൽ ഇടണം.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു സംഭവമാണ് ഹെയർ വാഷ്. നിങ്ങൾക്ക് എന്തും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താളിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ചെമ്പരത്തി. പിന്നെ പണ്ട് അമ്മ എനിക്ക് ചെയ്തു തരുന്നത് ഓരിലത്താളി അങ്ങനെ ഒരു സാധനം. പക്ഷെ കിട്ടാൻ ഭയങ്കര റെയറാണ് ആ സാധനം. കുഞ്ഞിലയായിരിക്കും. കിട്ടാൻ ഭയങ്കര റെയറാണ്. അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പണ്ടൊക്കെ കല്ലിലൊക്കെ ഉരച്ചിട്ട് അങ്ങനെ തേച്ച് തരുമായിരുന്നു അമ്മ. ഓക്കെ. അത് നല്ലതാണ്. ഇല്ല നിങ്ങൾക്ക് അതില്ലെങ്കിൽ ചെമ്പരത്തി താളി എടുക്കാം. ചെമ്പരത്തിയിലെ കൂടെ ഉലുവ തലേദിവസം ഉലുവ കുതിരാൻ വെച്ചിട്ട് ആ ഉലുവ അരച്ച് സോറി ആ ഉലുവ അരച്ചിട്ട് അതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കുക. അതായത് ആദ്യം ഉലുവ അരയ്ക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഒരു ഇത്. അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുക്കുക. സംഭവം അത്രയേ ഉള്ളൂ. രണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി നിങ്ങൾക്കൊരു കുറച്ചുകൂടെ റണ്ണിങ് കൺസിസ്റ്റൻസി വേണം എന്നുള്ളവരാണെങ്കിൽ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ചേർക്കാം. ഇത് നിങ്ങൾക്കൊരു താളിയായിട്ട് ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് ഇടാം. സൂപ്പറാണ്. ട്രസ്റ്റ് മീ, സൂപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ. താളിയൊക്കെ ബെസ്റ്റാണ്. ഇല്ല നിങ്ങൾക്ക് താളി പറ്റില്ല, താളി കിട്ടില്ല, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, പാരബൻ ഫ്രീ ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്രാൻഡും കാര്യങ്ങളും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഓക്കെയാണ്. ഒന്ന്. രണ്ടാമത് കണ്ടീഷണർ. കണ്ടീഷണർ ഞാൻ കണ്ടീഷണർ അങ്ങനെ യൂസ് ചെയ്യില്ല. സീരിയസ്ലി. ഭയങ്കരമായിട്ട് മുടി ഡ്രൈ ആയിരിക്കണമെന്ന് തോന്നുന്ന ദിവസം മാത്രമാണ് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കണ്ടീഷണർ പാൻറ്റീൻ്റെ കണ്ടീഷണറാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സോറി ഞാൻ അല്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ്. കുളിച്ചതിന് ശേഷം മുടിയിൽ ജസ്റ്റ് ഒന്ന് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്തിട്ട് കെട്ടിവെക്കും. കെട്ടി വെച്ചിട്ട് ബോഡി വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയും. നോർമൽ നമ്മുടെ സാധാ കണ്ടീഷണർ യൂസ് ചെയ്യും പോലെ തന്നെ നല്ലതാണ്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ ഇട്ടിരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ തണുപ്പ് കൂടും. ഉലുവയൊക്കെ അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. ഉലുവ, കഞ്ഞിവെള്ളം, പിന്നെ ഞാൻ പറഞ്ഞു ചെമ്പരത്തിത്താളി, ഇതൊക്കെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് അല്ലാതെ ഉള്ള ഹെയർ പാക്കൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഹെയർ പാക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഹെയർ പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഹെയർ പാക്കായി. ഓക്കെ. വീക്ക്ലി ഹെയർ പാക്ക് മുടി വളരുമെന്ന് പറഞ്ഞിട്ട് ഡെയിലി യൂസ് ചെയ്യരുത്. മുടി പൊട്ടിപ്പോവും. മുടി ഒരുപാട് ഡ്രൈ ആയി പോവും. ഓക്കെ. അങ്ങനെ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. നീരിറക്കത്തിൻ്റെ പ്രശ്നമില്ലാത്ത നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിരുന്നിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയുക. കഴിഞ്ഞു. ഇപ്പോഴൊക്കെ പറയുന്ന ഇത് നമുക്ക് ചിലരിപ്പോൾ പറയുന്നുണ്ട് ഓയിൽ ഇടേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ ഓയിൽ ഇടുന്നത്? ഓൾറെഡി നമുക്ക് സ്കാൽപ്പിൽ തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ഞാൻ അതിനെ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. ഞാൻ എൻ്റേതാണ്. ഹെയർ നിങ്ങൾക്ക് കെയർ ചെയ്ത് നല്ല രീതിക്ക് വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം ഹെയർ കെയർ റൊട്ടീനിൽ നമ്മൾ ഫസ്റ്റ് ഡീറ്റാങ്കിളിങ് പറഞ്ഞു, ഓയിലിംഗ് പറഞ്ഞു, ഹെയർ ഒന്ന് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞു, പുറത്ത് നമ്മൾ എന്താ പറഞ്ഞു, ഷാമ്പു പറഞ്ഞു, കണ്ടീഷണർ പറഞ്ഞു, ഹെയർ പാക്ക് പറഞ്ഞു. 6 ഇതായി. വീക്കിലി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ മന്ത്ലി നിങ്ങൾക്കൊരു സ്കാൽപ്പ് ഒന്ന് എക്സ്പോളിയേഷൻ ചെയ്യാം. ചെറിയ ചെറിയ ഡ്രൈനെസ്, ഓയിലൊക്കെ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് കുറച്ച് കോഫി പൗഡർ, കുറച്ച് പഞ്ചസാര, നമ്മുടെ സാധാ സ്ക്രബില്ലേ സെയിം ഓയിലിൽ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വച്ചേക്കുക. അപ്പം പഞ്ചസാര നല്ല തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് മൈൽഡായിട്ടിരിക്കും. ആ ഒരു സ്കാൽപ്പിൽ മാത്രം, മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട, സ്കാൽപ്പിൽ മാത്രം ഒന്ന് ഒരുപാടിട്ട് റബ്ബ് ചെയ്യല്ല, ലൈറ്റായിട്ട് നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് മന്ത്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നോർമലി കുളിച്ചാൽ മതി, അതങ്ങ് പൊക്കോളും. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ പോയില്ല, നിങ്ങൾക്ക് ഒരു കംഫർട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഒരു മൈൽഡ് ഷാമ്പൂ ഇടാം. മന്ത്ലി എക്സ്പോളിയേഷൻ ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നതാണ്, നല്ലതാണ്. പിന്നെ മന്ത്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹെന്ന. അത് ഡ്രൈ ഹെയർ ഉള്ളവർ ആ രീതിക്കും, അല്ലാത്തവർ
ഓയിലി സ്കാൽപ്പ്, ഓയിലി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലുള്ള രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം മന്ത്ലി അല്ല, ഞാൻ കൂടുതലും വീക്ക്ലി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഹെന്ന. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടാണ് ഹെന്ന യൂസ് ചെയ്യലൊക്കെ വളരെ ഒന്ന് കുറഞ്ഞു പോയത്. ഞാൻ ഹെന്ന യൂസ് ചെയ്യുന്ന ആളാണ്. സോ ഞാൻ ചെയ്യുന്ന പാക്ക് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ ഏത് രീതിക്കാണ് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഉള്ളത് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഇടാം. ഓക്കെ. ചിലർ ഫാനിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രയറൊക്കെ യൂസ് ചെയ്തിട്ട് ഉണക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അത്യാവശ്യം പുറത്തൊന്നും അല്ല വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നോർമലായിട്ടിരുന്നത് ഉണക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം പോകാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ധൃതിപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ മാക്സിമം ചെയ്യാം. മാക്സിമം ഡ്രയർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. നോർമലായിട്ട് ഉണക്കുക. നൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുടി ഡീറ്റാങ്കിൾ ചെയ്യുക. സെയിം പ്രോസസ്സ് ഡീറ്റാങ്കിൾ ചെയ്തിട്ട് ലൈറ്റായിട്ടൊരു സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം മുടിയിൽ മാത്രം. എന്നിട്ട് നിങ്ങൾക്ക് മെടഞ്ഞിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കൊണ്ട പോലെ കെട്ടി വെച്ചിട്ട് ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കിടക്കാം. അത് ഒരു ഇതാണ്. ഞാൻ മെടഞ്ഞിടാറുമുണ്ട്. കൂടുതലും ഞാൻ മുകളിൽ വെച്ച് കെട്ടിയാണ് വെക്കുന്നത്. മുടിക്ക് ലെങ്ത് വേണം എന്ന് തോന്നുന്നു എങ്കിൽ ഞാൻ മെടഞ്ഞിട്ട് മുടിയുടെ തുമ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് മടക്കി ഒരു ബണ്ണിട്ടിട്ട് അങ്ങനെ കിടക്കും. മുടി നീളം വയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. അല്ല, മുടിക്ക് തിക്നെസ് മാത്രം മതി, നീളം അങ്ങനെ വേണ്ട, എനിക്കുള്ള നീളമൊക്കെ മതി എന്നുള്ളവരാണെങ്കിൽ മേളിലൊരു ബണ്ണായിട്ട് കെട്ടിവെക്കാം. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടക്കുന്ന പില്ലോ ഡാൻഡ്രഫ് ഒക്കെ ആയിട്ടൊക്കെ കിടക്കുന്നവർ മാക്സിമം ഡെയിലി പില്ലോ മാറ്റാനായിട്ട് ശ്രമിക്കുക. പില്ലോ കവർ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഒരു ഷീറ്റ് എന്തെങ്കിലും ഒരു കവർ നമ്മുടെ പില്ലോയിൽ ഒരു ചെറിയൊരു ഷീറ്റ് എന്തെങ്കിലും ഒരു ടർക്കി എന്തെങ്കിലും ഒരു ഇത് വിരിച്ചിട്ട് അതിൽ തല വെച്ച് കിടക്കാനായിട്ട് ശ്രമിക്കുക. മുടി അഴിച്ചിട്ടും കൊണ്ട് കിടക്കരുത്. മുടി കെട്ടി വെച്ചിട്ട് നിങ്ങളിപ്പം മെടഞ്ഞാനിടുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും മുടി ജസ്റ്റ് ഒന്ന് മെടഞ്ഞിട്ടിട്ടൊന്ന് ചുറ്റി വെച്ചിട്ട് ചെറിയൊരു ക്യാപ്പ് ഒന്ന് നിങ്ങൾക്ക് ഇടാം. ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞത്, ഞാനൊരു ക്യാപ്പ് നൈലോണിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ മുടി രാത്രി കിടക്കുമ്പോൾ ചീകി ഒന്ന് ഉടക്കൊക്കെ മാറ്റി ഒരു സെറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ തന്നെ പിറ്റേന്നാകുമ്പോഴത്തേക്കും മുടി കാണാൻ നല്ല ഷൈനിങ് ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. നമുക്ക് പിന്നെ മുടിയിലൊന്നും വേറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടിട്ട് ചെയ്യാനൊന്നും നമുക്ക് തോന്നൂല. നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നും. അതാണ് അതിൻ്റെ ഒരു ഗുഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഞാനൊരു ഹെയർ സ്പ്രേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു സ്പ്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എഫക്റ്റീവ് ആയിട്ടുള്ള ടോണറാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ പുറമെ എന്ത് ചെയ്തിരുന്നാലും ഉള്ളിൽ നമുക്ക് കൊടുക്കണം. നെല്ലിക്ക നല്ലതാണ്, ആപ്പിൾ നല്ലതാണ്. നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് ഡെയിലി കഴിക്കാൻ പറ്റാത്തവരോ ഒന്നിടവിട്ടുള്ള ദിവസം അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈറ്റമിൻസ് ഒക്കെ ഉള്ള ആഹാരമൊക്കെ കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓണാക്കി വെക്കുക. അത്യാവശ്യം വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ലെങ്ത് ആയി പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.